In a row of 28 persons, Sin is 16 from the right hand and Kushi is 19 from the left hand. Harsh is exactly between both of them. Find the harshest rank from the left hand. So ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാലോ രണ്ട് പേരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓവർലാപ്പിംഗ് ചെക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കാം 16 പ്ലസ് 19 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 35 കിട്ടും. ഓക്കെ, സോ 35 നമ്മുടെ കണ്ടീഷൻ എന്താ? ഇവിടെ വരുന്ന സംഖ്യ ലെസ് ദാൻ ഇവിടെ വരുന്ന സംഖ്യ. ഇവിടെ വരുന്ന സംഖ്യ 28 ഇവിടെ 38. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ആൻ ഓവർലാപ്പിംഗ് കേസ്. അപ്പം പടം ഒന്ന് വരയ്ക്കാം. അപ്പം റൈറ്റിൽ നിന്നും 16ാമത്തെ റാങ്കിൽ സിം, ലെഫ്റ്റിൽ നിന്നും 19ാമത്തെ റാങ്കിൽ കുഷി. ഓക്കെ, അവരുടെ രണ്ടുപേരുടെയും പൊസിഷൻ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി മിഡിൽ പാർട്ടിലായിട്ടിരിക്കുന്ന ആളാണ് ഹാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാളുടെ എവിടെ നിന്നുള്ള റാങ്ക് കണ്ടുപിടിക്കണ്ടേ? ലെഫ്റ്റ് ഉണ്ട്. സോ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ആരാ? കുഷി. സോ നമുക്ക് കുഷി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ക്വയർ ഇട്ട് വെച്ചിരുന്നത്. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ എത്ര? 28. ഇവർ രണ്ടോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി. സോ 35 28 കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു കട്ടയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കട്ട ഇവിടുന്ന് ഈ ഒരു ഉൾപ്പെടെ ഒരു കട്ട. സോ എത്ര കിട്ടും? 7 കിട്ടും. അതായത് ഇവർ രണ്ടുപേരും ചേർത്ത് ഒരു കട്ട. സോ അവർ രണ്ടുപേരും നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 5 പേര് ഇവിടെ മൊത്തത്തിലുണ്ട്. അതായത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇവിടെ ഇപ്പോൾ കുഷിയും ഇവരെ എടുത്ത് കളഞ്ഞു. ബാക്കി സീറ്റ് 1 2 3 4 5. അതിൽ ഇതാരാണ്? ഇതാണ് നമ്മുടെ ഹാഷ്. സോ പുള്ളിയുടെ അപ്പുറത്ത് രണ്ടുപേരുണ്ട്, ഇപ്പുറത്ത് രണ്ടുപേരുണ്ട്. സോ ഫ്രം ദ ലെഫ്റ്റ് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും 19ാമത് ഇരിക്കുക കുഷി. 19ാമത് ഇരിക്കുന്ന കുഷിയിൽ നിന്നും ഈ പറയുന്ന ആൾക്കാരെ കുറച്ചാലേ ഹാഷിലോട്ട് വരും. സോ 19 മൈനസ് ഇവിടെ ഇരിക്കുന്ന 3 കുറയ്ക്കുമ്പം 16 കിട്ടും. അപ്പം 19 പേരുണ്ടായിരുന്നു. 19 നമ്മൾ 3 കുറയ്ക്കുമ്പം മൂന്നാമത്തെ, അതായത് 3 കുറയ്ക്കും 3 നമ്മൾ 19 എടുത്ത് കളയുക. ഓക്കെ, കുറയ്ക്കാന്നല്ലേ അർത്ഥം. അത് 19 നിന്ന് ഒരു വട്ടം 1 കുറയ്ക്കുമ്പോൾ ആര് പോവും? കുഷി അങ്ങ് പോയി. പിന്നെ 1 കുറയ്ക്കുമ്പം ഈ പുള്ളി പോയി. വീണ്ടും 1 കുറയ്ക്കുമ്പോൾ ഈ പുള്ളി പോയി. അപ്പം 16ാമത് ഈ പുള്ളിയുടെ സ്ഥാനത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. 19 നിന്ന് ആദ്യം 1 കുറയ്ക്കുമ്പോൾ കുഷി അങ്ങ് പോകും. വീണ്ടും 1 കുറയ്ക്കുമ്പോൾ ഇയാൾ അങ്ങ് പോകും. വീണ്ടും 1 കുറയ്ക്കുമ്പോൾ ഇയാൾ പോകും. ടോട്ടൽ 3 കുറയ്ക്കുമ്പോൾ ഇത്രയും പേരുടെ അങ്ങോട്ട് പോയി. സോ ഇയാളുടെ പൊസിഷനിലോട്ട് വരും. അല്ലെങ്കിൽ ഇത്ര ഈ ഒരു കാര്യം ഓർക്കുക. അപ്പം 1 2 3 4 5. സോ 1 2 3 4 5 5 പേരുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ 2 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 ആണ് കിട്ടുന്നത്. അതിനർത്ഥം 5 പേരുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ 5ാമത്തെ ആളെയും കുറച്ചു. ഓക്കെ, ദെൻ ഞാൻ 4ാമത്തെ ആളെ കുറച്ചു. സോ ഇപ്പോൾ 3ാമത്തെ ആളാണ് ഇരിക്കുന്നത്. സോ അതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ, 16 ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ക്വസ്റ്റിന് പറയുന്ന പോലെ നമ്മൾ എഴുതി. സോ ഈ പാർട്ട്, അതായത് ഇതാണ് രാഹുലിൻ്റെ പൊസിഷൻ, ഇതാണ് റോഹൻ്റെ പൊസിഷൻ. സോ ഞാൻ ഇവിടോട്ട് എഴുതാം ഓൾഡ് എന്ന്. സോ ഞാൻ മുകളിൽ എഴുതാം. അപ്പം രാഹുലിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് റോഹനാണ്. റോഹൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് രാഹുലാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പം രാഹുൽ ലെഫ്റ്റിൽ നിന്ന് എത്രയാണ്? 16 ആണെന്ന്. ഓക്കെ, 16. പിന്നെ ടോട്ടൽ പേഴ്സൺ ചോദിച്ചാൽ നമുക്ക് ഒരേ ആളുടെ തന്നെ ലെഫ്റ്റിൽ നിന്ന്, രാഹുലിൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ നമുക്കറിയാം. സോ ടോട്ടൽ പേഴ്സൺസ് നമുക്ക് രാഹുലിൻ്റെ ഒരു വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റോഹൻ റൈറ്റിൽ നിന്ന് എത്രയാണെന്നല്ലേ ക്വസ്റ്റ്യൻ. സോ നോക്ക്, ഈ റോഹൻ ഇവിടം വരെയുള്ള പൊസിഷനും അറിയാം. ഇങ്ങോട്ട് ഉണ്ട്. ഇപ്പോൾ റോഹന് 9 നിന്ന് 16 പോകണമെങ്കിൽ എത്ര കസേര അടക്കണം? സോ 9ാമത്തെ ഒരു കസേരയിലാണ് റോഹൻ ഇരിക്കുന്നത്. സോ 9 ഈ കസേര. സോ അത് 9. സോ 10 11 12 13 14 15 16. സോ ഇതാണ് 16th കസേര. ഓക്കെ, അതായത് 9നും 16 ഇടയ്ക്ക് ഇത്രയും ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി. സോ തിരിച്ച് ഇപ്പോൾ രാഹുലിന് ഇങ്ങോട്ട് പോകണമെങ്കിലും റോഹൻസ് പൊസിഷൻ ഫ്രം റൈറ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ റോഹൻസ് പൊസിഷൻ ഫ്രം റൈറ്റ് പറയുമ്പോഴത്തേക്കും റൈറ്റിൽ നിന്നുള്ള എടുക്കാം. റൈറ്റിൽ നിന്നുള്ള ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്കും 15 ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ലെഫ്റ്റിൽ നിന്നും 16 ആണ്, റൈറ്റിൽ നിന്നും 15 ആണ്. സോ റൈറ്റിൽ നിന്നും 15 ആണ്. സോ ഇവിടുത്തെ കസേരകളുടെ എണ്ണം എഴുതിയിട്ടുണ്ടോ? 15. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങോട്ടുള്ളതാണേ 9. ഇപ്പോൾ ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് 15. സോ 15 കഴിഞ്ഞിട്ട് പുള്ളിക്ക് 16 17 18 19 20 21 22. ഓക്കെ, 22ാമത്തെ പൊസിഷനിലാണ് റോഹൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ റോഹൻ എന്ന് പറയുന്ന ചെറുക്കൻ ഇപ്പം ഈ പൊസിഷനിലാണ് ഇരിക്കുന്നത്. സോ ആ പൊസിഷൻ ഇപ്പം റൈറ്റിൽ നിന്ന് എത്രയാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടം വരെ 15. ഓൾറെഡി ഇതിൻ്റെ ഇടയ്ക്ക് എത്ര കസേര കിടപ്പുണ്ട്? ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ കിടക്കുന്നത്. സോ ഇത് 15 ആണ്. പുള്ളി 16 17 18 19 20 21 22ാമത്തെ പുള്ളി ഇരിക്കുന്നത്. സോ പൊസിഷൻ 22 എന്ന് കേട്ടിരിക്കുക. ഇൻ്റർചേഞ്ചിൻ്റെ കേസാണ് നേരത്തെ പറഞ്ഞ പുതിയ ക്വസ്റ്റ്യൻ. സോ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ലെഫ്റ്റിൽ നിന്നും 9ാമത്തെ പൊസിഷനിലാണ് രാഹുൽ. റൈറ്റിൽ നിന്നും 15ാമത്തെ പൊസിഷനാണ് റോഹൻ. ഓക്കെ, ഇപ്പം അവർ തമ്മിൽ കസേര മാറി എന്ന് പറയുമ്പോൾ രാഹുൽ ഈ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് ഇവിടെ വന്നിരുന്നു. സോ അങ്ങനെ രാഹുൽ വന്നിരുന്നപ്പം രാഹുൽ ഇപ്പോൾ ഇരിക്കുന്നത് ലെഫ്റ്റിൽ നിന്നും 16ാമത്തെ കസേരയിലാണ്. ഇപ്പം രാഹുൽ ലെഫ്റ്റിൽ 9ാമത്തെ കസേരയിൽ ഇരുന്ന രാഹുൽ അതേ ലെഫ്റ്റിലെ 16ാമത്തെ കസേരയിലോട്ട് പോകണമെങ്കിൽ എത്ര കസേര കടന്നു കാണും? 9 10 11 12 13 14 15 16ാമത്തെ കസേര ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ റോഹൻ. അപ്പോൾ നമുക്ക് ഈ
ഈ ഒരു കസേരയുടെ റൈറ്റിൽ നിന്ന് 15ഉം ലെഫ്റ്റിൽ നിന്ന് 16ഉം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത് വെച്ച് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ഓക്കെ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് റോഹൻ ഇതുപോലെ ഇവിടെ എഴുതിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഇവൻ്റെ റൈറ്റിൽ നിന്ന് അപ്പോൾ ഓൾറെഡി ഇരിക്കുന്ന 15ാമത്തെ കസേര 16, 17, 18, 19, 20, 21, 22. ഓക്കെ, ആഫ്റ്റർ ഇൻ്റർചേഞ്ച് ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാഹുലാണ്. സോ എന്നിട്ട് നമ്മൾ രാഹുലിൻ്റെ ഇനിഷ്യൽ ലെഫ്റ്റും രാഹുലിൻ്റെ ഫൈനൽ ലെഫ്റ്റും വരെ തന്നിരിക്കും. സോ ഇത് രണ്ടും എടുത്ത് എഴുതുക. സോ ഇത്രേ ഉള്ളൂ. ആഫ്റ്റർ ഇൻ്റർചേഞ്ചിന് ശേഷം ആരുടെ പൊസിഷനാണ് മാറിയിരിക്കുന്നതെന്ന് പറയും. സോ അവരുടെ ഫൈനൽ താഴെ എഴുതുക. ഇനിഷ്യൽ ഓൾറെഡി അതിന് മേൽ ഭാഗത്ത് പറഞ്ഞിരിക്കും. സോ അത് കൊടുത്ത് എഴുതുക. സോ ഇവർ 9 നിന്ന് 14 +7 ആണ് ഡിഫറൻസ്. സോ അതുപോലെ റോഹൻ്റെ ഇനിഷ്യൽ എഴുതുക. റോഹൻ്റെ ഫൈനൽ കിട്ടണമെങ്കിൽ +7 ചെയ്യണം. സോ 22.